നമസ്കാരം. ഇന്നലത്തെ നിയമസഭാ സമ്മേളനത്തിൽ താരമായി മാറിയത് വി.പി. സജീന്ദ്രൻ എം.എൽ.എ ആയിരുന്നു. മുൻ മന്ത്രിമാർക്ക് പിണറായി വിജയനുമെതിരെ കടുത്ത പരിഹാസങ്ങളോടെയുള്ള ഒരു തകർപ്പൻ പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. UDFിൻ്റെ ഐശ്വര്യം പിണറായി വിജയനാണെന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം തോറ്റ എല്ലാ മന്ത്രിമാരെയും ട്രോളി. ഇക്കൂട്ടത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള ആളുകൾ അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: തളെ നീ എത്ര ചീത്തകൾ വേണമെങ്കിലും വിളിച്ചു, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുതെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം. സഭയിലുണ്ടായിരുന്നവരെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ചിരിപ്പിച്ചു. സോഷ്യൽ മീഡിയയും അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഏറ്റെടുത്തു കഴിഞ്ഞു. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താതെ തിരുവനന്തപുരത്ത് തൊട്ട് എടുക്കുകയാണ് വി. ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. വി. ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി. ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി. ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. ഞാനന്ന് ഈ നിയമസഭയിലെ അംഗമായിരുന്നു സാർ. ഇന്ന് തിരുവനന്തപുരം MLA-മാരോട് ചോദിച്ചാൽ അറിയാം, തിരുവനന്തപുരത്തുള്ള ആളുകൾ അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സാർ, അദ്ദേഹത്തോട് നന്ദി പറയണം. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചിഞ്ചു റാണിയാണ്. ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനമുണ്ടായില്ല. ഞങ്ങൾ ചടയമംഗലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ രംഗത്തിറക്കി ആ സീറ്റ് തിരിച്ചു പിടിച്ചു സാർ. കേരളത്തിലെ കന്നുകാലികളും ആടുമാടുകളും പോലും പ്രതിഷേധിച്ച ഒരു മന്ത്രിയായിരുന്നു. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. അടുത്ത കാലത്ത് അല്ല, അവര് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവുണ്ട് സാർ. അടുത്തതായിട്ട് ശ്രീ KB ഗണേഷ് കുമാർ സാർ. KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിപ്പണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും പണിയായിരുന്നു. അദ്ദേഹം കത്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കത്ത് റെഡിയാക്കി കൊടുത്ത ആളാണ് KB ഗണേഷ് കുമാർ. ഇപ്പോൾ തോൽവിയൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രിപ്പണി എനിക്ക് പാർട്ടിയും പണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞത്. സാർ, അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമേ അദ്ദേഹം എതിർത്തു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അദ്ദേഹം എന്തിനാ എതിർക്കുന്ന? അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അത് UDF സർക്കാർ വന്നു കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ. അതിന് ഇദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ 5000-ലെ 4998 പേര് ആ ബസ്സിൽ കയറുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അന്ന് എതിർത്തത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ. അദ്ദേഹത്തോടും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന നന്ദി രേഖപ്പെടുത്തുകയാണ്.